ഇന്ന് നമുക്ക് ഡയബറ്റിക് കാരണമുണ്ടാകുന്ന ന്യൂറോപ്പതി, കയ്യിലും കാലിലുമുള്ള ഞരമ്പുകളിലുള്ള വേദന, ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നവർക്കും കൺട്രോൾ ചെയ്യാത്തവർക്കും ഉണ്ടാകുന്ന ഒരു സിംറ്റമാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. അത് ഇംഗ്ലീഷിൽ പേഷ്യൻസ് പറയും പിൻസ് ആൻഡ് നീഡിൽ സെൻസേഷൻ, നംനെസ് ആൻഡ് ടിംഗ്ലിങ്, ഡ്രോപ്പിംഗ് തിങ്സ്. പിന്നെ ഒരു പേപ്പറൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഡെക്സ്റ്ററിറ്റി, നമ്മളിങ്ങനെ പേപ്പർ എടുക്കുമ്പോൾ അതിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റാതെ വരുന്നു. അങ്ങനെയുള്ള, പിന്നെ ബൈബിളും ഒക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ പേപ്പർ മറിക്കാൻ പറ്റാതെ വരുന്നു. അങ്ങനെയൊക്കെയുള്ള സിംറ്റംസിനാണ് ഡെക്സ്റ്ററിറ്റി ലൂസ് ആകുന്നതെന്ന് പറയുന്നത്. ചിലപ്പം ബ്ലഡ് ഷുഗർ കൺട്രോൾ ആയിരിക്കും ഡയബറ്റിക് മെഡിസിൻസ് ഒക്കെ എടുക്കുന്നത് കൊണ്ട്, എന്നാൽ പോലും നമുക്ക് ചിലപ്പം ആ സിംറ്റംസ് നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യും. കാരണം നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാനുള്ള കഴിവ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നമുക്ക് കഴിവ്, ബുദ്ധിയില്ല എന്നല്ല, നമുക്കത് വി ആർ ടു ബിസി ഡൂയിങ് തിങ്സ് അല്ലേ. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പാനിക് ആകരുത്, ആങ്സൈറ്റി ആകരുത്. അതിന് പകരം സിമ്പിളായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. ഞാനിവിടെ പേഷ്യൻസിനൊക്കെ സാധാരണ കൊടുക്കുമ്പം ഈ ഗാബാപെൻറ്റിൻ, അങ്ങനെ FDA അപ്രൂവ് ചെയ്ത ഗുളികകളൊക്കെ ഉണ്ട്. അതിനെല്ലാം സൈഡ് എഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം നാച്ചുറലായിട്ട് പേഷ്യൻസിന് എടുക്കാൻ പറ്റുന്നത് ബി കോംപ്ലക്സ് വൈറ്റമിൻ. വെരി സിമ്പിളാണ്, നമുക്ക് അവൈലബിൾ ആണ്. ഫാർമസിയിലൊക്കെ വളരെ ചീപ്പായിട്ട് അത് കിട്ടും. അല്ലെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് ഉള്ള ഗുളികകൾ, ഫുഡ് ഐറ്റംസ് കഴിക്കണം. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ആൽഫ ലൈപ്പോയിക് ആസിഡ്. ആൽഫ ലൈപ്പോയിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ന്യൂറോപ്പാത്തിക് ചേഞ്ചസ് ഉണ്ട്. അപ്പം ഹെഡ് ടു ടോ അതിനെ നമുക്ക് എഫക്റ്റീവ് ആകും. ആങ്സൈറ്റി ഉള്ളവർക്ക്, ഡിപ്രഷൻ ഉള്ളവർക്ക് നമ്മുടെ ആ എക്സ്റ്റേണൽ സ്ട്രെസ്സിനെ അത് കട്ട് ഡൗൺ ചെയ്യും, ആൽഫ ലൈപ്പോയിക് ആസിഡ്. പിന്നീടുള്ളത് കോഎൻസൈം Q10 എന്ന് പറയും. അത് ഈ ന്യൂറോപ്പാത്തിക്ക് ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് പിൽ ഫോമിൽ കിട്ടുമ്പോൾ നമ്മൾ അത് ട്രൈ ചെയ്യണം വലിയ വലിയ മെഡിസിൻസ് എടുക്കുന്നതിന് മുമ്പ്. അപ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് ഒക്കെ ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ള ഒരുപാട് പേര് നമ്മുടെ രാജ്യത്തും വെളിനാടുകളിലും ഒക്കെ ഉണ്ട്. അവരെല്ലാം ഈ മെഡിസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുതെന്ന് പറയാൻ വേണ്ടി ഒരു അഡ്വൈസിന് വേണ്ടി വന്നതാണ് ഞാനിന്ന്. ഞാൻ പ്രൈമറി കെയറിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. അപ്പം ഫോറിൻ മെഡിസിനൊക്കെ എപ്പോഴും മെഡിക്കൽ മാനേജ്മെൻ്റ് ആണല്ലോ, നമ്മൾ കൺസർവേറ്റീവായിട്ടുള്ള മാനേജ്മെൻറ്റ്സോടെ നോക്കണം. പിന്നെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷുഗറിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക, നമ്മുടെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുക. ലോ കാർബ്, ലോ ഫാറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഉപയോഗിക്കുക. ഓക്കെ, ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ഇതെല്ലാം നമ്മുടെ എഡ്യൂക്കേഷനു വേണ്ടി മാത്രമാണ്. ദർ ഇസ് നോ അതർ മോട്ടീവ് in making these videos.